സെപ്പറേറ്റ് പിരിയണം എങ്കിൽ പിരിഞ്ഞു പോവാം. ഇതതുമില്ല. അപ്പോൾ ഇതാരാന്ന് ഞാൻ അധികം പരിചയപ്പെടുത്തി തരേണ്ട ആവശ്യമില്ലല്ലോ. ഇതാണ് നമ്മുടെ നെജില ഷാൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലുകാരി. മുന്നേ ഇവരെ ചാനലിൻ്റെ പേര് മഷൂറ ഫാത്തിമ എന്നാണ്. കാരണം എന്ന് വെച്ചാൽ 4ാമത് ഒരുത്തനെ കല്യാണം കഴിച്ചിട്ട് കൂടെ കൂടിയപ്പം അവൻ്റെ പേരും കൂടെ ഇട്ടിട്ടാണ് ഈ ചാനലിപ്പം കൊണ്ടുപോകുന്നത്. ഇവളിപ്പോൾ ഈ പറഞ്ഞതെന്നാണല്ലോ, സെപ്പറേറ്റ് ആകണം എന്നെങ്കിൽ പിരിഞ്ഞു പോകണം എന്നാണ് പറഞ്ഞത്. എന്തിന് പിരിഞ്ഞു പോകണം? അങ്ങനെ പിരിഞ്ഞ് ഒരു പ്രാവശ്യം പോയിട്ടാണ് ഇവള് മറ്റൊരു വീഡിയോയിൽ പിരിഞ്ഞു പോയി എന്ന് പറഞ്ഞു, പിന്നൊരു വീഡിയോയിൽ തിരിച്ചു വന്നു എന്ന് പറഞ്ഞു. അത് പറയാനാണ് ഇനി വീണ്ടും പോകേണ്ടത്. കുടിച്ച് ബോധം നശിക്കുമ്പോൾ ഇവിടെ കയറി വരിക, ബഹളങ്ങളുണ്ടാക്കുക, നാട്ടുകാരെ മൊത്തം ചീത്ത വിളിക്കുക, പ്രശ്നം ഉണ്ടാക്കുക. എവിടത്തെ ന്യായമാണ്? ഒരു ന്യായവുമില്ല. ഇത് താനായിട്ട് വരുത്തി വെച്ച ഒരു വിനയാണ്. കാരണം എന്ന് വെച്ചാൽ കള്ളുകുടിയനായ ഇവനെ നീ നിൻ്റെ സ്വന്തം റൂമിലേക്ക് വിളിച്ച് വരുത്തി, അത് നിൻ്റെ ഉപ്പയും ഉമ്മയുടെ കണ്ണിൽപ്പെട്ട് അവരെതിർത്ത് അവരെ നീ വെറുപ്പിച്ചിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. അപ്പം ഒരു ന്യായവുമില്ല. എല്ലാം നീയായിട്ട് വരുത്തി വെച്ചത്. അവൻ്റെ ആ ഒരു രൂപം കണ്ടാലറിയാം അവനൊരു മുഴുക്കുടിയനാണ്, ഒരു മര്യാദ ഇല്ലാത്തവനാണെന്ന്. എന്താണ് റമളാൻ മാസത്തിനെ പോലും ബഹുമാനിക്കാൻ പറ്റുന്നില്ല? ജോലി ചെയ്, നീ എന്തെങ്കിലും പോയി ചെയ്. എത്രയോ ദിവസം കൊണ്ട് പറയണം, എന്തെങ്കിലും പോയി ചെയ്. ഒരു 500 കാശ് കൊണ്ടുപോകാം. ഇതതുമില്ല. താനും തൻ്റെ ഇടം ഇല്ലാതാക്കി. എന്ത് റംലാൻ മാസം? കള്ളുടിയന്മാർക്കൊന്നും റംലാൻ മാസമൊന്നും ഇല്ല. അവർക്ക് ഏതൊരു നല്ല നാളും ഇല്ല. അവർക്ക് നല്ല നാൾ വരുന്ന അവസരത്തിൽ അവർ നന്നായിട്ട് കള്ളു കുടിക്കാനാണ് നോക്കൽ. അത് ഏതൊരാളെ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ലൊരു നാളാകുമ്പോൾ നമ്മളത് മോശമായ കാര്യങ്ങൾ പിന്നോട്ട് വെക്കേണ്ടത്, അത് നല്ലൊരു നാളാകുമ്പോൾ മോശമായ കാര്യങ്ങൾ മുന്നോട്ട് വെക്കലാണ്. അത് ഏതൊരു കള്ളുടിയന്മാരുടെ പഠിപ്പുമാണ്. അപ്പോൾ അവർക്ക് എന്ത് റംലാൻ മാസം? അങ്ങനെയൊക്കെ നല്ല മാസങ്ങളും ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനത്തെ മോശമായ പണിക്കൊന്നും പോകില്ല. നല്ല രീതിയിൽ കുടുംബം നോക്കാനേ നോക്കൂല. അപ്പോഴേ ഒന്നുമില്ലാത്തൊരവസ്ഥയിൽ ഇവിടം വരെ കൊണ്ടുപോകും. നിങ്ങളറിയണം, എൻ്റെ കുട്ടികൾക്ക് ഒന്നും സംഭവിക്കില്ല. എൻ്റെ മയ്യത്ത് ചവിട്ടിക്ക് കുട്ടികളെ വല്ലതും പറ്റും. അതിനു മുമ്പ് ഞാൻ ചിലപ്പം ഈ ലോകത്തോട് വിട പറയേണ്ടി വരുമോ എന്നറിയില്ല. ഒരു തെറ്റേ ചെയ്തോളൂ, വിശ്വസിച്ചു പോയി. ഇതാ പറയുന്നത്, കണ്ണുമടിച്ച് ആരെയും വിശ്വസിക്കരുത്. ഈ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മിന്നുന്നതെല്ലാം പൊന്നല്ല എന്ന് കേട്ടിട്ടില്ലേ? അപ്പം നീ ഒരിക്കലും ഇത് ചെയ്യണ്ടായിരുന്നു. കാരണം വെച്ചാൽ നീ ഒരു 3 കല്യാണം കഴിച്ചിട്ട് 4 മക്കളുണ്ടെന്ന് പറഞ്ഞു, ഒരു കുട്ടി മരിച്ചു പോയെന്ന് പറഞ്ഞു, ഇപ്പം 3 ആൾ ബാക്കിയുണ്ട്. എന്നിടത്ത് നിൻ്റെ ഭർത്താക്കന്മാർ നിന്നെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നീ നല്ല മാനമായിട്ട് ആ മക്കളെ നോക്കിയിട്ട് ഇരിക്കേണ്ട ആ ഒരു സമയത്താണ് നീ വീണ്ടും ഒരു കല്യാണം കഴിക്കുന്നത്. ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ആ 3 മക്കളെ നോക്കിയിട്ട് നല്ല സന്തോഷത്തിൽ ജീവിച്ചൂടെ? ഇപ്പോൾ ഒരു വീട് വരെ നീ പുതുതായിട്ട് എടുത്തിട്ടല്ലേ ഉള്ളത്. എൻ്റെ അടുത്ത് സ്നേഹിക്കുന്ന സമയത്ത് പറഞ്ഞത് വണ്ടി ഒതുക്കി 2 ഗ്ലാസ് കണ്ട കുടിക്കും എന്നാണ് പറഞ്ഞത്. ഇത് 2ഉമല്ല, 3ഉമല്ല, 4ഉമല്ല. പിന്നെയാണ് കേസുകളൊക്കെ അറിയണത്. ഒരു മനുഷ്യൻ നന്നാവാൻ ഒരു നിമിഷം വേണം. ഒരുപാട് പ്രസ് ചെയ്ത് കൊണ്ടുപോകാം. ആരും എൻ്റെ മെക്കിട്ട് കയറാൻ വേണ്ടി വിളിക്കണം. സ്നേഹിക്കുന്ന സമയത്ത് പലതും പറയും. കാരണം എന്തിനാണെന്നോ, അവരത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ നമ്മളത് നേടിയെടുത്ത് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ഗുണം അയാളുടെ അടുത്ത് ഉണ്ടാവില്ല. അത് ഒരുപാട് ആൾക്കാർക്ക് പറ്റുന്ന ഒരു ചതിയാണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലെ കൂടെ ഒരുപാട് ആൾക്കാർ ഇതുപോലെ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കേണ്ട ഒരു അവസരത്തിൽ എത്തിക്കഴിഞ്ഞാൽ പല ആൾക്കാരും ആളെ കണ്ടിട്ട് തരിച്ചു പോയിട്ട് മറ്റേ ബോധം കെട്ട് വീണ അനുഭവങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു ചതിയിലും പെടാണ്ട് 3 മക്കളുണ്ടെങ്കിൽ ആ 3 മക്കൾ സന്തോഷത്തോടു കൂടെ നിൻ്റെ ആ ഒരു ഭവനത്തിൽ വെച്ചിട്ട് നീ നന്നായിട്ട് പണിയെടുത്തിട്ട് മക്കളെ സന്തോഷത്തോടെ പോറ്റിയതാണെങ്കിൽ ഇങ്ങനത്തെ ഒരു അനുഭവം നിനക്ക് വരൂല. ഇനി ഇതുപോലെ സ്നേഹിക്കുന്നവരോടായിട്ട് ഒറ്റ ഒരു വാക്കേ പറയുന്നു. കാരണം എന്ന് വെച്ചാൽ താനും തറവാടും തൻ്റെടും ഇല്ലവരെ മാത്രം നോക്കിയിട്ട് നിങ്ങൾ സ്നേഹിക്കാൻ നോക്കുക. അല്ലാണ്ട് ഇങ്ങനെ ഈ അലവിലാതിയായി റോഡുമ്മലെ വടക്കോട്ടും തെക്കോട്ടും നടക്കുന്നവർ ഒരിക്കലും നിങ്ങൾ പ്രേമിച്ച് കല്യാണം കഴിക്കാണ്ടിരിക്കുക. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മളെ ജീവിതം നശിച്ച് നാറാണത്ത് കല്ലെടുക്കും. അത് സത്യമാണ്.
എല്ലാവരും ഇതൊന്ന് ഓർമ്മിച്ചാൽ വളരെ നന്നായിരിക്കും.